ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ 2 ഓപ്പറേഷൻ തിയേറ്ററുകളുടെ പ്രവർത്തനം ആരംഭിക്കാൻ ഇനിയും വൈകുമെന്നറിയുന്നു. ഇന്ന് 2 ഓപ്പറേഷൻ തിയേറ്ററുകൾ മാത്രമേ തുറക്കൂ. ഇലക്ടീവ് ശസ്ത്രക്രിയകൾ ഇന്ന് ആരംഭിക്കുമെങ്കിലും പഴയ രീതിയിൽ ആവാൻ സമയമെടുക്കുന്നുണ്ട്. അഖിൽ കെ ഉണ്ട് ഇപ്പോൾ നമുക്കൊപ്പം. അഖിൽ, ഗുഡ് മോർണിംഗ്. അഖിൽ, 2 ഓപ്പറേഷൻ തിയേറ്ററുകളുടെ പ്രവർത്തനം വൈകുമെന്നാണ് അറിയുന്നത്. കാരണം പൂർണ്ണമായിട്ടും ആ ബ്ലോക്കിനെ അങ്ങോട്ട് മാറ്റിയിട്ടില്ല. ജൂലൈ 30 കൂടിയേ ബാക്കി ഓപ്പറേഷൻ തിയേറ്ററുകളൊക്കെ പ്രവർത്തനക്ഷമമാകൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ കോട്ടയത്ത് നിന്നും അഖിൽ? ഡോക്ടർ അരുൺകുമാർ, അതായത് ഈ നമ്മുടെ പഴയ കെട്ടിടം, പൊളിഞ്ഞു വീണ പഴയ കെട്ടിടത്തിന് പകരമായിട്ടാണ് 4 ഓപ്പറേഷൻ തിയേറ്ററുകൾ, മുൻപ് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നവീകരിച്ചുകൊണ്ടുള്ള 4 ഓപ്പറേഷൻ തിയേറ്ററുകൾ തുറക്കാൻ സംവിധാനമുണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ ഇത് ഇലക്ടീവ് ശസ്ത്രക്രിയകൾ നടക്കുകയും ചെയ്തിരുന്നില്ല. അടിയന്തര ശസ്ത്രക്രിയകൾ മാത്രമാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ നടന്നിരുന്നത്. അപ്പോൾ അതിൽ ഇന്ന് ഈ 4 എണ്ണം തുറക്കാൻ കഴിയുമെന്നായിരുന്നു ആശുപത്രി അധികൃതർ കരുതിയത്. പക്ഷേ ഇന്നും ഈ 2 എണ്ണമേ തുറക്കാൻ കഴിയൂ. മറ്റ് 2 എണ്ണം ഇപ്പോഴും ഈ വിമുക്തീകരണം അടക്കമുള്ള തുടർ പ്രവർത്തികൾ ഇനിയും നടക്കേണ്ടതുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അധികൃതർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നും പഴയ രീതിയിലേക്ക്, അല്ലെങ്കിൽ ഈ ഇലക്ടീവ് ശസ്ത്രക്രിയ നമുക്കറിയാം ഈ 3 ദിവസം ഷെഡ്യൂൾ ചെയ്ത ആളുകളുടെ പോലും അടുത്ത ദിവസങ്ങളിലേക്കൊക്കെ മാറ്റേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായും ആ ദിവസങ്ങളിൽ ഷെഡ്യൂൾ ചെയ്ത ആളുകൾ വീണ്ടും മുൻപിലേക്ക് നീങ്ങുന്നു. അപ്പോൾ പലരുടെയും ഓപ്പറേഷനുകൾ, ഈ ശസ്ത്രക്രിയകൾ വൈകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പഴയ സ്ഥിതിയിലേക്ക്, അല്ലെങ്കിൽ ഈ 4 എണ്ണം വരുമ്പോൾ പോലും മുൻപത്തെ പഴയ ഓപ്പറേഷൻ തിയേറ്ററുകളുടെ പ്രവർത്തനത്തിലേക്ക് എത്തണമെങ്കിൽ 2 ഷിഫ്റ്റുകൾ രാവിലെയും രാത്രിയുമായി പ്രവർത്തിച്ചാലേ ആ പഴയ വർക്ക് ഫ്ലോയിലേക്ക് എത്തുള്ളൂ. അപ്പോൾ പോലും ഇപ്പോൾ ഈ 2 എണ്ണമേ തുറക്കുന്നു എന്ന് പറയുമ്പോൾ വീണ്ടും എണ്ണത്തിലൊരു കുറവ്, അല്ലെങ്കിൽ പഴയ രീതിയിലേക്ക് ഈ ഇലക്ടീവ് ശസ്ത്രക്രിയകൾ നടത്താനുള്ള സംവിധാനത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ 2 എണ്ണം അടുത്ത ദിവസങ്ങളിലേക്ക് തുറക്കാനുള്ള ശ്രമങ്ങൾ തീവ്രമായി തന്നെ ആശുപത്രി അധികൃതരുടെ ഭാഗത്തും ഉണ്ടാകുന്നുണ്ട്. ഈ രോഗികളുടെ ഒരു ബുദ്ധിമുട്ടാണ് നമ്മളിവിടെ അഡ്രസ്സ് ചെയ്യുന്നതാണ്. ഈ പുതിയ ബ്ലോക്കിലേക്ക്, അതായത് നിലവിൽ ഇപ്പോൾ ഈ തുറക്കുന്ന 2 എണ്ണവും പുതിയ ബ്ലോക്കിലേക്കല്ല, പുതിയ ബ്ലോക്കിലേത് തുറക്കാൻ ഡോക്ടർ തന്നെ പറഞ്ഞു. ഡോക്ടർ വാക്കുകൾ അതിലുണ്ട്. ജൂലൈ മധ്യത്തിൽ ആദ്യ വാരത്തോടു കൂടി തുറക്കാനായിരുന്നു അധികൃതർ നിർമ്മിക്കുന്ന ആളുകളൊക്കെ പറഞ്ഞത്. പക്ഷേ അതിപ്പോൾ ഓഗസ്റ്റിലോ അല്ലെങ്കിൽ സെപ്റ്റംബറിലേക്കോ ഒക്കെ നീളും എന്നുള്ളൊരു കാര്യമാണ് ഡോക്ടർ നമ്മളുമായൊക്കെ പങ്കുവെക്കുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ ഇന്ന് ഈ 4 എണ്ണം തുറക്കുമെന്ന് കരുതിയിരുന്നെങ്കിൽ പോലും ആ 4 എണ്ണം തുറക്കാൻ കഴിയില്ല. അതിന്റെ മുഴുവൻ വിമുക്തീകരണം അടക്കമുള്ള മുഴുവൻ പ്രവർത്തികളും പൂർത്തിയാക്കാൻ 2 എണ്ണത്തിൽ മാത്രമേ സാധിച്ചിട്ടുള്ളൂ. മറ്റു 2 എണ്ണങ്ങളുടെ വിമുക്തീകരണം അടക്കമുള്ള തുടർ നടപടികൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് തുറക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആശുപത്രി അധികൃതരുള്ളത്. അരുൺകുമാർ, ഓക്കെ, താങ്ക് യു. ഇപ്പോൾ അഖിലാണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്നും.